രീതികൾ ഇന്നത്തെ ലോകത്തുണ്ട്. അതേ ഖുർആനാ പറയുന്നത് അവനവന് ചെയ്യാത്ത കൂലി അവനവന് കിട്ടും. അതെങ്ങനെ? ബാപ്പ നല്ല അമല് ചെയ്തു, ഉമ്മ നല്ല അമല് ചെയ്തു, അങ്ങനെ വല്ലതിനാപനും ഒത്തപാറ്റവും ദുരിയത്തും. ഉമ്മ ഭയങ്കര ആബിദത്താ, ബാപ്പ ഭയങ്കര ആബിദത്താ. ആ സ്ഥാനത്തേക്ക് കയറാൻ മക്കൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ മക്കൾക്ക് എന്തുണ്ട്? അസ്ലിമാനും അസ്ലാമലും ഒക്കെ ഉണ്ട്. എന്നാൽ ആ മക്കളെ അല്ലാഹു തആല നേരെ ബാപ്പാന്റെ പദവിയിലേക്ക് ഉമ്മാന്റെ പദവിയിലേക്ക് കയറ്റി കൊടുക്കും. അല്ലാഹു തആല അങ്ങനെ وما هلكناهم من عملهم من شيء كل امرئ بما كسب رهين. മക്കളും ബാപ്പയൊക്കെ കൂടിയിരിക്കും, പിന്നെ സന്തോഷിച്ചിരിക്കും. ബാപ്പാക്ക് മക്കളെ കിട്ടിയാലേ സന്തോഷമുള്ളൂ, ഉമ്മാക്ക് മക്കളെ കിട്ടിയാലേ. അവരവിടെ മദ്യത്തിന്റെ ചഷകങ്ങൾ ചുണ്ടെന്ന് തട്ടിപ്പറിച്ചിട്ട് കുടിക്കുമെന്ന് ഈ ആയത്തിലുണ്ട്. يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ബാപ്പയെ മക്കളും കൂടിയിരുന്നിട്ട് മദ്യത്തിന്റെ ചഷകങ്ങൾ കുടിക്കും, തട്ടിപ്പറിക്കും. ബാപ്പ കുടിക്കുമ്പോൾ മക്കൾ തട്ടും, മക്കൾ കുടിക്കുമ്പോൾ ബാപ്പ തട്ടും. യതനാസഊന ഫിഹാ കഅസൻ, മദ്യത്തിന്റെ ചഷകങ്ങൾ തട്ടിപ്പറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇത് ഇവിടുത്തെ ജോണി വാക്കർ തട്ടുന്ന അവസാനമല്ല പറഞ്ഞത്. ഇവിടുത്തെ ജോണി വാക്കർ തട്ടിയവർക്ക് ആ ചാൻസ് ഉണ്ടാവില്ല. ഇവിടെ ബാപ്പി മക്കൾ കൂടെ ഇരുന്ന് കള്ളുടിക്കണ വീടുകളുണ്ട്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. അതല്ല പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് ബാപ്പയെ മക്കളും കള്ളുടിക്കും. അത് നിങ്ങൾ വിചാരിച്ച കള്ള അല്ല എന്നറിയാൻ വേണ്ടിയാവും. ഉടനെ അള്ള പറഞ്ഞില്ല ലഹവും പിയാവലാത്തീൻ, അവർ അനാവശ്യം ആരും പറയൂല. നിങ്ങൾ വിചാരിച്ച കള്ളല്ല. പക്ഷെ ചുണ്ടിലേക്ക് ഇങ്ങനെ വാപ്പ വെക്കുമ്പോ മകൻ തട്ടും, മകൻ കുടിക്കാൻ നേരത്ത് വാപ്പ തട്ടും, അപ്പൊ ഉമ്മ തട്ടും. അങ്ങനെ കള്ള് ഒരൊറ്റ കുപ്പിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിക്കും. കള്ളിന്റെ ചഷകൻ കണ്ണൂർ ചിന്നെ പേടിപ്പിക്കേണ്ട ആയത്താണ്. കള്ള് തട്ടിപ്പറിക്കാന്ന് അങ്ങനെ ആയത്തിൽ ഉണ്ടാവേ, അങ്ങനെ ഉണ്ട് ആയത്തിൽ. അതാ സൂറത്ത് തൂറ്. يتنازعون فيها كأسا لا لغو فيها ولا تأثيم. അതിന്റെ അടിയിലുണ്ട് വഅഖബല ബഅലുഹും അലാ ബഅലി യതസാഅലൂൻ. നമ്മളെങ്ങനെ സ്വർഗത്തിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കുശലാന്വേഷണം നടത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് തൂർ 21 മുതൽ 28 വരെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ബാപ്പയുടെ മഹത്വത്തിൽ നിന്ന് ഉമ്മയുടെ മഹത്വത്തിൽ നിന്ന് പരലോകത്ത് നമുക്ക് അനുഭവിക്കാനുള്ളതാവുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉമ്മയും ബാപ്പയും നമ്മൾ മറക്കാൻ പാടില്ല. അവരെ മഹത്വത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ബാപ്പാരെയും ഉമ്മാരെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ബാപ്പമാരെയും ഉമ്മമാരെയും അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. من زار قبر أبويه وحدهما غفر له وكتب بارا. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്താൽ അവനെ കുതിബ ബാറാ, ഉമ്മക്കും ബാപ്പക്കും ഗുണം ചെയ്തവനായി അള്ളാന്റെ റിക്കാർഡിൽ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. من زار قبر والديه وحدهما كل جمعة فيقرأ عند القبر سورة ياسين غفر له بعدد كل آية وحرف قال رسول الله. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് യാസീൻ സൂറത്ത് ഓതുക. ബാപ്പാക്കും പൊറുക്കും മകനും പൊറുക്കും, ഉമ്മാക്കും പൊറുക്കും മകനും പൊറുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെയുള്ള നേരം വേണം. ഈ നേരം കെട്ട അവസ്ഥയിൽ നമ്മളൊന്നാണ് പുറകോട്ട് പോകണം ലേശം. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഒരു പണിക്കും മെനക്കെടില്ല. വെള്ളിയാഴ്ച എല്ലാം കഴിഞ്ഞ് ഒരു അസറിന്റെ ശേഷം ഇറങ്ങാനല്ലാതെ ഒരു ദിവസം ഒരു അവധി വേണ്ടേ? നമ്മളെ അവധിയുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. അന്ന് നമ്മളെ ജുമുഅയാ. പ്രധാന ആരാധനയുടെ ദിവസം തൊഴിൽ ചെയ്യുന്നത് ഇസ്രായേലികൾക്ക് അല്ലാഹു വിലക്കുകയും ചെയ്തിരുന്നു. അവരെ അല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം പ്രധാന ആരാധനയുടെ ദിവസം തൊഴിൽ ചെയ്തതാകുന്നു. ചിന്തിക്കണം. പ്രധാന ആരാധനയുടെ ദിവസം തൊഴിൽ ചെയ്യുക എന്നത് ഇസ്രായേലികൾക്ക് അല്ലാഹു വിലക്കുകയും ചെയ്തിരുന്നു. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത് ഹാളിറത്തൽ ബഹ്റു إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. സൂറത്തുൽ അറാഫ് അവിടെ പറയുന്നുണ്ട്, മനുഷ്യന്മാര്
ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രധാന ആരാധന ദിവസം തൊഴിൽ ചെയ്തു എന്നത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000-ഓളം ആളുകളെ കുരങ്ങുകളാക്കി മാറ്റി. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ദിവസം നമ്മൾ ഒന്നങ്ങോട്ട് ഒഴിയണം. എന്തിന്? നമുക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം. വെള്ളിയാഴ്ച രാവിലെ മുതൽ ളുഹർ വരെ അള്ളാന്റെ സബീലിൽ ഒരാൾ പണിയെടുത്താൽ അയാൾക്ക് ഒരു കൊല്ലത്തെ കൂലി കിട്ടുമെന്ന് പുണ്യനബി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജുമാ കഴിഞ്ഞിട്ടൊന്ന് പള്ളിപ്പറമ്പിൽ ഇറങ്ങുക, അല്ലെങ്കിൽ പോകുമ്പോൾ വരുമ്പോൾ ഒന്ന് വരിക. എന്നിട്ട് സൂറത്ത് യാസീൻ മൻ സാറ ഖബ്റ വാലിദൈഹി ഔ അഹദഹുമാ കുല്ല ജുമുഅ ഫയഖറഉ ഇൻദൽ ഖബ്രി സൂറത്ത് യാസീൻ ഗുഫിറ ലഹു ബിഅദദി കുല്ലി ആയത്തിൻ വഹർഫിൻ ഖാല റസൂലുള്ളാഹി എന്ന്. അതെല്ലാം ആഴ്ചയും ചെയ്യുക. അതേപോലെ തന്നെ ദിവസവും ചെയ്യുക. من قرأ عند قبر والديه الفاتحة وقل هو الله أحد 7 مرات نور الله قبرهما إلى يوم القيامة قال رسول الله. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. ഇമാം ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ കിതാബുർ റൂഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം അതിന്റെ ഒരു പ്രകാശം ഖബർ അന്ത്യനാൾ വരെ അവർക്ക് കിട്ടും എന്ന്. അത് ദിവസം ചെയ്താൽ പ്രകാശം വർദ്ധിക്കും. ഫാത്തിഹ, അതേപോലെ തന്നെ വഖുൽ ഹുവല്ലാഹു അഹദ് 7 മറാത്ത് 7 ഖുൽ ഹുവല്ലാഹു അഹദ് ഫലഖ് നാസ്. അനസ് ബിൻ മാലിക് ഖാല النبي صلى الله عليه وسلم إذا قرأ المؤمن آية الكرسي وجعل ثوابها لأهل القبور أدخل الله في كل قبر من المشرق إلى المغرب 40 نورا. الله سبحانه وتعالى ആയത്തുൽ കുർസി ഉമ്മയുടെയോ ബാപ്പയുടെയോ ഖബറിന്റെ അരികിൽ വെച്ചിട്ട് ഒരാൾ ആയത്തുൽ കുർസി ഓടി, എന്നിട്ട് അത് ആ ഖബറാളിക്കോ മറ്റുള്ള ഖബറാളികൾക്കോ വേണ്ടിയോ അയാൾ ഹദിയയാക്കുക. ഒരു പ്രത്യേകമായ പ്രകാശം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആ കാരണത്താൽ അല്ലാഹു തആല ഉണ്ടാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഹദീസ് കാണാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. إن الرجل لا يموت والداه وهو عاقل لهما فيدعو الله لهما من بعدهما فيكتبه الله من البارين قال رسول الله. ഓഹോ, നല്ലൊരു പോയിന്റാണത്. അതായത് ഉമ്മയും ബാപ്പയും മരിക്കണ നേരത്ത് അവർക്ക് വെറുക്കപ്പെട്ട ഒരു മകനായിരുന്നു ഒരു മകൾ. ഇനി അള്ളാന്റെ കോടതിയിൽ വെറുക്കപ്പെട്ടവനല്ലാതെയോ വരാനുള്ള മാർഗം എന്താ? മാർഗം ആ ഉമ്മയും ബാപ്പയും മരിച്ചിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു പോയിന്റാണ്, ശ്രദ്ധിക്കണേ. ബാപ്പ മരിച്ചു അല്ലെങ്കിൽ ഉമ്മ മരിച്ചു. ആ മരിക്കണ സമയത്ത് ബാപ്പാക്ക് ഇഷ്ടമില്ലാത്ത മകനാണ് ഇവൻ അല്ലെങ്കിൽ മകളാണ് അവൾ. ഇനി ഉമ്മാന്റെയും ബാപ്പാന്റെയും സന്തോഷത്തിലേക്ക് കയറണം. അതിനെന്താ മാർഗം? ദ്വാരക്കന്നെ. ആര് പറഞ്ഞു? അനസ് റളിയല്ലാഹു അൻഹു ഖാല النبي صلى الله عليه وسلم إن الرجل لا يموت والداه وهو عاق لهما. മാതാവ് പിതാവിനെ സാഹചര്യത്തിലാണ് അവർ മരിച്ചത് എന്ന് സങ്കല്പിക്കൂ എങ്കിൽ ഫയദുല്ലാഹ ലഹുമാ മിൻ ബഅദിഹിമാ, മരിച്ചിട്ട് അവർക്ക് വേണ്ടി ദുആർക്ക. ഫയക്തബുഹുല്ലാഹു മിനൽ ബാരീൻ ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക. വേറെ ഹദീസ് കാണാം. ഇബ്നു അബി ദുനിയ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടോളൂ. ഖബറിന്റെ അടുത്ത് വന്നിരിക്കുന്നവരെ അവരറിയും. ഖബറിന്റെ അടുത്ത് സന്ദർശിക്കുന്നവരെ അവരറിയും. മകനും മകളും ബാപ്പയും ഉമ്മയും അറിയും. ജീവിതകാലത്ത് അറിയുന്നവർ ഖബറിന്റെ അടുത്ത് വന്നിരുന്നാൽ അറിയും എന്ന് പുണ്യ നബി ഇബ്നു അബി ദുനിയ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. أن عائشة قالت قال النبي صلى الله عليه وسلم ما من رجل يزور قبر أخيه ويجلس عنده إلا استأنس به ورد عليه حتى يقوما. അയാളുടെ ബന്ധപ്പെട്ട ഒരാളുടെ ഖബർ അയാൾ സിയാറത്ത് ചെയ്യുന്നു. അല്പനേരം അതിൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ആളെ കൊണ്ട് ഈ ഖബറുള്ള ആള് സന്തോഷിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരുപാട് സംഭവം കാണാം ഈ വിഷയത്തിൽ, ഭയങ്കര സംഭവങ്ങൾ കാണാം ഈ വിഷയത്തിൽ. ഒരുപാട് സ്ഥലത്ത് യഹ്യയിലും മറ്റൊക്കെ ഇതുപോലത്തെ വിഷയത്തിൽ സംഭവങ്ങൾ കാണാം. അതായത് ബാപ്പാന്റെ ഖബറിൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിരിക്കുക, ഉമ്മാന്റെ ഖബറിൻ്റെ അടുത്ത് കുറച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുക.
ഏട്ടൻ, അനുജൻ, മകൻ, മകൾ മരിച്ചവരെ ഖബറിൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിരിക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്ന് പറയാൻ വേണ്ടി ഒരു മിനിറ്റ് ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഇരിക്കന്നെ വേണമെന്നാണ്. ഇരിക്കണം എന്ന് പറയണത് എന്തിനാണെന്നറിയോ? ഓടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എജ്ലിസ് ഇൻദഹു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക എന്ന് പറയുന്നത് താല്പര്യം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവുക. അതായത് നിൽക്കുന്ന മനുഷ്യന് പെട്ടെന്ന് ഓടണം എന്ന് തോന്നുമല്ലോ, ആ ഓട്ടം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇരിക്കണം എന്ന് പറഞ്ഞത്. അതാണ് എജ്ലിസ് ഇൻദഹു. അവിടെ ഇങ്ങനെ ഹുദൂ സക്കീനത്തിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക. അവര് അതറിയും. ഭയങ്കര സന്തോഷമായിരിക്കും. അവിടെ എണീറ്റ് പോകുന്നത് വരെ ആ ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.